നമസ്കാരം, താടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ നടുക്കിയ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർദ്ധരാത്രിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അപ്രതീക്ഷിത ലൈവ് വീഡിയോയിലാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാത്തിരുന്ന നിർണായക പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയത്. യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കുന്നവരെ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പോടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ തുടക്കം. രാജ്യത്തുടനീളം പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നിർണായക നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പരീക്ഷാ തട്ടിപ്പുകൾ പൂർണ്ണമായും തടയാനും കുറ്റക്കാർക്ക് ഏറ്റവും കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ ചോർച്ച ഒരു സാധാരണ കുറ്റകൃത്യമല്ലെന്നും അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും കുടുംബങ്ങളുടെ പ്രതീക്ഷകളും തകരുന്ന വലിയൊരു സാമൂഹിക കുറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം രാഷ്ട്രീയ ലാഭത്തിനുള്ള ആയുധമാക്കാതെ രാജ്യത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമായി കാണണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ വലിയ പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ കർശനമായ നിയമം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ബില്ലിന്റെ കരട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നൽകും. അതിനുശേഷം പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന്റെ രണ്ടാം ആഴ്ച ആരംഭിക്കുന്ന തിങ്കളാഴ്ച തന്നെ ബില്ല് സഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഇരു സഭകളിലും എത്രയും വേഗം ബിൽ പാസാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇത് മാത്രമല്ല, പരീക്ഷാ തട്ടിപ്പ് കേസുകളിൽ വർഷങ്ങളോളം വിചാരണ നീളുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ അതിനൊപ്പം കൂടുതൽ കർശനമായ വകുപ്പുകളും ശക്തമായ ശിക്ഷാ വ്യവസ്ഥകളും ഉൾപ്പെടുത്തി പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് നീക്കം. മന്ത്രിസഭാ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ബില്ലിന് അന്തിമ രൂപം നൽകുമെന്നും യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന ശക്തമായ സന്ദേശത്തോടെയാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇനി എല്ലാവരുടെയും ശ്രദ്ധ ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലേക്കാണ്. പ്രഖ്യാപിച്ച പോലെ കടുത്ത നിയമം വരുമോ? പരീക്ഷാ മാഫിയയെ പൂർണ്ണമായും തകർക്കാൻ ഈ നീക്കം മതിയാകുമോ? രാജ്യത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്.